കന്നാസാന്റെ വലിയച്ഛൻ ഈ റേഡിയോ ശരിയാക്കി തന്നത് വളരെ നന്നായി. നേരത്തെ റേഡിയോ ഓണാക്കുമ്പോ ഒരു ശബ്ദം വരുന്നുണ്ടായിരുന്നു. അതെ, അത് ഓൺ ചെയ്യുമ്പോ റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമല്ല, അലക്കുന്ന ശബ്ദമായിരുന്നു കേട്ടോണ്ടിരുന്നത്. സംശയമുണ്ടോ? ഈ റേഡിയോ ആർജേസിനൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം ഒരു ആർജെ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ കാണാമെന്ന്. അത് കേട്ട് ഞാൻ പാർക്കിൽ പോയായിരുന്നു. പക്ഷെ ആർജെ എന്നെ കാണാൻ വന്നതേ ഇല്ല. അവൻ പെരും കള്ളനാ. ഇങ്ങനെയുള്ള ആർജകളൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല കൊച്ചളിയാ. നമസ്കാരം സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരു രഹസ്യത്തെ പറ്റി അറിയണമെന്നുണ്ടോ? അറിയണം. എങ്കിൽ എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ തന്നെ നിൽക്കൂ. വണ്ടി നിർത്തേ. അടുത്തുള്ളവരെ വേഗം തന്നെ അകറ്റി നിർത്തിക്കോളൂ. റേഡിയോ വേഗം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഇനി നിങ്ങൾ പറയാൻ വന്ന രഹസ്യം കൂടി പറയേ. രഹസ്യക്ക് ഇപ്പോൾ 5 വയസ്സായിരിക്കുന്നു. എന്താ? രഹസ്യ എന്റെ ചേച്ചിയുടെ മകളാണ്. അവൾക്കിപ്പോ 5 വയസ്സായി. ഞാൻ പറഞ്ഞത് രഹസ്യയെ കുറിച്ച് പറയാമെന്നാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? രഹസ്യം എന്തെങ്കിലും പറയുന്നതാണോ? റേഡിയോയ്ക്ക് അകത്ത് കയറി ഞാൻ കരണക്കുറ്റി അടിച്ചു പൊളിക്കും. പിന്നെ ആർജയുടെ ആറും ജയും ഒക്കെ വേറെ വേറെ ആയി പോകും. ഇനി നല്ല ചൂടുള്ള ഒരു വാർത്ത പറഞ്ഞു കേൾപ്പിക്കാം. ഇന്ന് നമ്മുടെ നഗരത്തിലേക്ക് സ്റ്റോം വരികയാണ്. എന്താ സ്റ്റോം വരുമെന്നാണോ പറയുന്നേ? സ്റ്റോം എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റാ. അയ്യോ, നല്ല മഴ പെയ്യും, ഇടിയും മിന്നലും ഉണ്ടാകും. അതായത് ലാൻഡ് സ്ലൈഡ്. അപ്പൊ മരം കുലുങ്ങില്ലേ? അപ്പൊ കൊറേ മാങ്ങ തിന്നാനും കിട്ടൂല്ലേ? ആ കൊടുക്കാറ്റിൽ നിങ്ങളെ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കുന്നത് പോലെ കറക്കി കറക്കിയെടുത്ത് ചുഴറ്റിയെടുത്ത് തറയിലടിക്കും. ഒഴുകുന്ന വെള്ളത്തിന്റെ രൂപത്തിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇടിച്ചുകൊണ്ടേയിരിക്കും. ഇതാ വരികയാണ് സ്റ്റോം. നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ? സ്വപ്നം എത്ര ഭയങ്കരമാണെങ്കിൽ യാഥാർത്ഥ്യം എന്തായിരിക്കും? നമ്മൾ വേഗം ചെന്ന് സ്റ്റോം വരുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. സ്റ്റോം ഇത്ര പെട്ടെന്ന് എത്തിയോ? ഓടിക്കോ. അയ്യോ, ഈ ശബ്ദം എന്റെ വയറ്റിന്ന് വരുന്നതാണ്. രാവിലെ തൊട്ട് കാലിയല്ലേ, അതുകൊണ്ടാ. രാവിലെ മുതൽ വയറും കാലിയാ, ജനിച്ചപ്പോ മുതൽ തലയും കാലിയാ. നിന്റെ കയ്യിൽ നിറഞ്ഞിരിക്കുന്നത് വല്ലതുകൊണ്ടോ? മതി വഴക്കുണ്ടാക്കിയത്. സ്റ്റോം ഹെൽപ്പ് ലൈനിലേക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്യാം. എന്തുപറ്റി? വരുന്നത്ര നല്ല വിവരമല്ലേ? ഞാൻ ഈ ടാബിന്റെ സ്ക്രീൻ വൃത്തിയാക്കിയായിരുന്നു. ഹലോ ഹലോ, ഞങ്ങൾ അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കണം. പറയൂ ചേച്ചി. നിനക്ക് എന്നെ കണ്ടിട്ട് ചേച്ചിയായിട്ടാണോ തോന്നുന്നേ? ഇല്ല, ചേച്ചിയെന്ന് ഞാൻ എന്റെ വേറെ ഫോണിലെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞതാണ്. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എങ്കിൽ പറയാം അമ്മൂമ്മേ. എന്നെ അമ്മൂമ്മയെന്ന് വിളിച്ച് കളിയാക്കുന്നോടി. ഓ സോറി, അത് കൊക്കായിരുന്നോ? ഞാൻ കരുതി ലിപ്സ്റ്റിക് ഇട്ടതാണെന്ന്. നഗരത്തിൽ സ്റ്റോം വരാൻ പോവുകയാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദാ നോക്കൂ, ആദ്യം നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കൂ. തല തിരിഞ്ഞു നിക്ക്. സൂക്ഷിക്കണം, വെള്ളം ഒരിക്കലും താഴെ വീഴാൻ പാടില്ല. ഇനി അതുകൊണ്ട് ഫ്ലഷിൽ ഒഴിക്ക്. ഇനി ഇതിങ്ങനെ കുലുക്കി 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 വൃത്തിയാക്ക്. ഇതിങ്ങനെ ചെയ്താൽ ചേച്ചിയുടെ ഭർത്താവ് ഒരുപാട് സന്തോഷിക്കും ചേച്ചി. ഇവിടെ സ്റ്റോം വരാൻ പോവാ. അപ്പോഴാ നിങ്ങൾക്ക് ഒരു ചേട്ടനും ചേച്ചിയും. അല്ലോ, ഇതൊക്കെ എന്തിനാ നിങ്ങൾ ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ എന്റെ ചേച്ചിയോട് മാത്രം പറഞ്ഞതാണ്. നിങ്ങൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻ എന്താന്ന് വേഗം പറയേ. ഒന്ന് ഹോൾഡ് ചെയ്യൂ ചേച്ചി. ആദ്യം നിങ്ങളുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഒട്ടിച്ചു വെക്കണം. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പൊ പിന്നെ ഒരു സാധനങ്ങളും താഴെ വീഴില്ല. എന്റെ ടിവി, ഫ്രിഡ്ജ് എല്ലാം താഴെ വീണേക്കാം. കൊടുങ്കാറ്റിലൂടെ ഈ ഭൂമി രണ്ടായി പിളർന്നേക്കാം.
ആഹാ. മിക്കവാറും ഖന്ന സാറിനെ വിളിക്കേണ്ടി വരുന്ന തോന്നുന്നത്. കുറെ നാളായില്ലേ കൈയടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ പിന്നെ ആണി അടിക്കാൻ നന്നായിട്ട് അറിയായിരിക്കും. എല്ലാം ഞങ്ങൾ ഒട്ടിച്ചു വെച്ചു. അതെന്തായാലും നന്നായി. ഇനിയിപ്പോ സ്റ്റോം വന്നാല് സാധനങ്ങളെല്ലാം പറന്നു പോയാല് വീട് അവിടെ തന്നെ ഉണ്ടാകുമല്ലോ. എന്ത് പറ്റി മോനെ പണി? എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? സ്റ്റോം വരാൻ പോകുന്നു, അതാണ് കാര്യം. ഞങ്ങൾ വീടിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഓയ് 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 ഓയ്, എന്നാ പിന്നെ ഞാനും എന്റെ വീടിനെ പ്രൊട്ടക്ട് ചെയ്തേക്കാം. അതിന് നീ വല കെട്ടില്ല ജീവിക്കുന്നത്. നിനക്ക് വല പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അഥവാ ഭൂകമ്പം വന്നാലും നിന്റെ വീടൊന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. മിണ്ടാതിരിടാ മരക്കഴുതേ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. വീട്ടിൽ എന്തെങ്കിലും പഴയ തുണികൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്നൊന്നായി നശിപ്പിച്ചു കളയണം. ദാ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അയ്യോ, നിങ്ങൾ എന്തിനാ ഈ തുണികളെല്ലാം കീറിക്കളഞ്ഞത്? ഞാനിതെല്ലാം എന്റെ ചേച്ചിയോട് പറഞ്ഞതാ. ഇങ്ങനെ ചെയ്താൽ ചേട്ടൻ ചേച്ചിക്ക് പുതിയ പുതിയ തുണികൾ വാങ്ങിക്കൊടുക്കും. എന്റെ അമ്മോ, വല്ലാത്ത കൺഫ്യൂഷൻ തന്നെ. ഇനി ഇപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾക്ക് ഞങ്ങളോട് മാത്രമായിട്ട് സംസാരിച്ചൂടെ? ആ ശരി, ചേച്ചി ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഈ സ്റ്റോം കാരണം ഡാം ചിലപ്പോ പൊട്ടിയേക്കാം. അതിലൂടെ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അയ്യോ, വെള്ളപ്പൊക്കം വന്നേ, ഓടിക്കോ. ഇത് വെള്ളപ്പൊക്കമൊന്നുമല്ല, അടുക്കള ടാപ്പ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഓ സ്ട്രോം, നാളെ വാ. ഇത് സ്ട്രോം വായിച്ച ഇങ്ങോട്ടുള്ള വരവ് നാളത്തേക്കാക്കും. പിന്നെ പിറ്റേ ദിവസം വായിച്ച് പിന്നെയും വരവ് നീണ്ടോണ്ടേയിരിക്കും. ഇങ്ങനെ ഡെയിലി ചെയ്താലേ സ്ട്രോമിന് ഒരു ദിവസം ഈഗോ ക്ലാഷ് ചെയ്തിട്ടേ ഇങ്ങോട്ട് വരണ്ടെന്ന് വെക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പേ ഖന്ന സാറിന്റെ ഈഗോ മാറേണ്ടതായിരുന്നു. അത് മാറിയില്ലെങ്കിൽ സ്റ്റോമിന്റെ ഈഗോ എങ്ങനെ മാറാനാ? ഇതിൽ ഭാരമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാൻ നോക്കൂ. ഇവരിത് മിക്കവാറും ഇവരുടെ ചേച്ചിയോട് പറയുന്നതായിരിക്കും. ഇപ്രാവശ്യം ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞത് കഴുതകളെ. സ്റ്റോം വന്നു കഴിഞ്ഞാൽ ചെടികളും മരങ്ങളും മാത്രമല്ല, ഭൂമി മൊത്തത്തിൽ കുലുങ്ങും. അത് നമ്മളെ പിഴുതെടുത്തുകൊണ്ടേയിരിക്കും. അതെ കൊച്ചലിയ, ദാ ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേ തന്നെത്താനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? ഇട കഴുതേ, ഒരു കാലിൽ സ്കേറ്റിംഗ് ഷൂ ഇട്ടാ കുലുങ്ങി കുലുങ്ങിയല്ലേ നീങ്ങൂ. അയ്യോ, അമ്മച്ചി. സ്റ്റോമെത്തിപ്പോയി കൂട്ടുകാരെ. സുഖാണോ കൂട്ടുകാരെ? ഭൂമി കുലുങ്ങി കുലുങ്ങി അപ്പുറത്തെ വീട്ടിലിരുന്ന കിറ്റിതാ ഇപ്പുറത്തെത്തി. ദാ എന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുക. അയ്യോ, ഹൃദയം ഇവിടെയല്ല, ഇവിടെ ഉള്ളത് ഹണി. ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാ ഹൃദയം ചെന്ന് താഴെ വീണ് പൊട്ടും. സ്റ്റോം വളരെയധികം അപകടകാരിയാണ് കിറ്റി. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റോം അല്ല, പുറത്തേക്ക് വാ. നിങ്ങളുടെ വീട് സ്റ്റോം കാരണല്ല. ഇത്രയും ആനകൾ ഇങ്ങനെ വരി വരിയായി നടന്നു പോകുന്നോണ്ടാ കുലുങ്ങിയത്. നിങ്ങൾ ചുമ്മാ പേടിച്ചതാണ്. ഞാൻ പേടിച്ചില്ല കിറ്റി, ഞാനിങ്ങനെ കുലുങ്ങി കുലുങ്ങി ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. സോറി, അതായത് എക്സസൈസ് ചെയ്യായിരുന്നു എന്നാ പറഞ്ഞു തന്നെ. ശരി, സമ്മതിച്ചു. ഞാൻ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. സന്തോഷമായോ ഇപ്പോ? സത്യം പറഞ്ഞാ ഇന്ന് ശരിക്കും സ്റ്റോം വരുന്നുണ്ട്. TV, ഇന്റർനെറ്റ്, റേഡിയോ എല്ലാത്തിലും അതിനെ കുറിച്ചുള്ള വാർത്തയുണ്ട്. ജനങ്ങളെല്ലാം അത് കേട്ട് എക്സൈറ്റഡ് ആണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. സ്റ്റോമിനെ കുറിച്ച് പറഞ്ഞ എല്ലാ ജനങ്ങളെയും പരിഭ്രാന്തരാക്കി. എന്നിട്ട് പേടിക്കുന്നതിന് പകരം സന്തോഷിക്കുകയാണോ? ഓ മരമണ്ട, സ്റ്റോം വരുന്നുണ്ടെന്ന് പറഞ്ഞത് കൊടുങ്കാറ്റല്ല, അതൊരു മ്യൂസിക് ബാൻഡാണ്. വേൾഡ് ഫേമസ് സ്റ്റോം ബാൻഡ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. നിക്ക്, ഞാൻ റേഡിയോയിൽ എന്റെ വാർത്ത കേൾപ്പിക്കാം.
അതെ, നഗരത്തിലേക്ക് 10 വർഷങ്ങൾക്ക് ശേഷം കടന്നു വരികയാണ് സ്റ്റോം, വേൾഡ് ഫേമസ് മ്യൂസിക് ബാൻഡ്. നിങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ത്രസിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കും. വെസ്റ്റേൺ മ്യൂസിക്കിന്റെ മർമ്മരങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് സംഗീതത്തിന്റെ പൂമഴ പെയ്യിക്കും. വരാൻ മറക്കരുത് സ്റ്റോം മ്യൂസിക്കിന്റെ ഈ ബിഗ് ഷോയിലേക്ക്. അപ്പൊ ഈ RJ ഇത്രയും നേരം ഈ മ്യൂസിക് ബാൻഡിനെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? ഹണി, ആ റേഡിയോ എന്റെ കയ്യിലേക്ക് ഒന്ന് തന്നേ. ഈ റേഡിയോ നന്നാക്കിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈ റേഡിയോ കാരണം ഇന്ന് മുഴുവൻ ഞാൻ പേടിച്ച് എന്റെ ജീവൻ പോയി. സംശയമുണ്ടോ? നമ്മൾ സ്റ്റോമിന് വേണ്ടി എടുത്ത തയ്യാറെടുപ്പെല്ലാം ഒരു കൊച്ചുകുട്ടി പഠിക്കാൻ എടുത്തിരുന്നുവെങ്കിൽ ആ കൊച്ചിപ്പോ ഡോക്ടർ ആയേനെ. ഈ സ്റ്റോം ബാൻഡ് അല്ലെങ്കിൽ റോക്കിംഗ് ആണ്. ഇതിന്റെ പേര് കേട്ടാൽ തന്നെ ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കും.